എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കാഞ്ഞിര മരത്തിൽ ചെയ്യാൻ പോകുന്ന അതിഭയങ്കരമായുള്ള ഒരു ഔഷധം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ആ പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇതാണ് കാഞ്ഞിരമരം. കാഞ്ഞിരമരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കാഞ്ഞിരമരത്തിൻ്റെ കുരുക്കളാണ് നമ്മൾ ആയുർവേദത്തിന് ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിഭയങ്കരമായ വിഷമുള്ളതാണ് കാഞ്ഞിരമരം. അത് കാരണം സാധാരണ ജനങ്ങളാരും ഇത് നമ്മൾ ഉമ്മറപ്പടിയിലോ ഉമ്മറത്തിലോ വെച്ച് പിടിപ്പിക്കാറില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മനക്കലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അതിർത്തിയിലാണ് ഈ കാഞ്ഞിരമരം ഉള്ളത്. അപ്പോൾ ഇവരുടെ അനുവാദത്തോടു കൂടി നമ്മളിവിടെ ഈ കാഞ്ഞിര പദത്തിൽ ഒരു എണ്ണ കൊണ്ടുള്ള പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള സോമൻ ചേട്ടനുണ്ട്, നിജോ ചേട്ടനുണ്ട്, ഓമന ചേച്ചിയുണ്ട്. ഞാൻ എങ്ങനെയാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഈ ഗ്ലാസ് ബോട്ടിലേക്ക് നല്ല എള്ളെണ്ണ നമ്മൾ ഒഴിച്ചിരിക്കുന്നു. ഈ എള്ളെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പിൽ നമ്മളൊരു ഹോൾ ഇട്ടതിന് ശേഷം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കാഞ്ഞിരമരത്തിൻ്റെ, ഇതാണ് കാഞ്ഞിരമരത്തിൻ്റെ വേര്, ഈ വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വയ്ക്കും. നല്ല രീതിയിൽ അരക്ക് വെച്ചിട്ട് മൂടിയതിന് ശേഷം ഇത് മണ്ണിൽ തന്നെ കുഴിച്ചിടും. 21 ദിവസം ആവുമ്പോഴേക്കും ഈ എള്ളെണ്ണ കംപ്ലീറ്റ് ആയിട്ട് ഈ കാഞ്ഞിരമരം വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഒരു 15 ദിവസത്തിനുള്ളിൽ ഈ കാഞ്ഞിരമരം തന്നെ ഈ എള്ളെണ്ണ നമ്മൾക്ക് ഈ കുപ്പിയിലേക്ക് വീണ്ടും കക്കിത്തരുന്നതായിരിക്കും. അങ്ങനെ കിട്ടുന്നതായ എണ്ണ ഒരുപാട് അസുഖങ്ങൾക്ക് ഭേദമാക്കലാണ്. ഇത് ഒരു മൃതസഞ്ജീവിനി പോലെയുള്ള ഔഷധമായിട്ട് ഈ കാഞ്ഞിരമരം നമുക്ക് തരുന്നതായിരിക്കും. മരത്തിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ എണ്ണ നമ്മൾ 21 ദിവസത്തിന് ശേഷം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറാരോഗങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ടെന്നീസ് എൽബോ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നതായിരിക്കും. കുത്തി വരുന്ന വേദനകൾ, മുട്ടുവേദന, ഉപ്പുറ്റി വേദന, സന്ധി വേദന, ഇവയ്ക്ക് എല്ലാം ഇതൊരു കൈകൊണ്ട ഔഷധമാണ്.